ഹായ് എവ്രി വൺ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മുതിര മെഴുക്കുവരട്ടി അല്ലെങ്കിൽ മുതിര ഉപ്പേരിയാണ്. ഇതിനായിട്ട് തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് വച്ച മുതിര നന്നായി കഴുകിയെടുക്കുക. ഇനി ഈ മുതിര ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ മുതിരയിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, അതായത് ഒരു അര സ്പൂൺ ഉപ്പും ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നീട് ആവശ്യത്തിനുള്ള വെള്ളം, അതായത് നമ്മുടെ മുതിരയുടെ തൊട്ട് മുകളിൽ നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഉപ്പേരിയിലേക്ക് ആവശ്യമുള്ള ഉള്ളിയും മുളകും ക്രഷ് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ 3 വറ്റൽ മുളകും 5 ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ എണ്ണം എരിവിനനുസരിച്ച് കൂട്ടാവുന്നതാണ്. മുളകിൻ്റെ എണ്ണം ഉള്ളിയുടെയും കൂട്ടിക്കൊടുക്കാവുന്നതാണ്. ഇവിടെ നമ്മുടെ മുതിര വെന്ത് വന്നിട്ടുണ്ട്. മുതിര 2 ഹൈ ഫ്ലെയിം വിസിലും 2 ലോ ഫ്ലെയിം, അതായത് സിമ്മിൽ 2 വിസിലുമാണ് കേൾപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ മുതിര നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ ഉടച്ചെടുക്കുക, എന്നാൽ മുതിരയുടെ ടേസ്റ്റ് നന്നായി കൂടുന്നതായിരിക്കും. ഇനി ഒരു ചട്ടി ചൂടായതിനു ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വന്ന ശേഷം കടുക് ഇട്ട് കൊടുക്കാവുന്നതാണ്. പിന്നീട് ആ കടുക് പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും അതുപോലെ തന്നെ വറ്റൽമുളകും ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് അടി പിടിക്കാതെ നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇത് ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഉള്ളിയും മുളകും നല്ല ഡാർക്ക് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് വേവിച്ച് വച്ചിരിക്കുന്ന മുതിര ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. മുതിര ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കി ഈ മുതിരയിലേക്ക് ഉള്ളിയും മുളകും യോജിപ്പിച്ചെടുക്കുക. നമ്മുടെ മുതിര ഉപ്പേരി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നല്ല ചൂടനോടെ സെർവ് ചെയ്യാവുന്നതാണ്. നല്ല ടേസ്റ്റിയും അതുപോലെ തന്നെ നല്ല ഹെൽത്തിയുമായിട്ടുള്ളൊരു ഉപ്പേരിയാണ് ഇത്. നമുക്ക് കഞ്ഞിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും സെർവ് ചെയ്യാവുന്നതാണ്.